അങ്ങനെ ഇവർ രണ്ടുപേരും ഈ രണ്ട് റൂമിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവള് പെട്ടെന്ന് കൈയോണ്ട് ഇങ്ങനെ ചെവി പൊത്തിയിട്ട് ആകെ ആർത്ത് കരയാൻ തുടങ്ങുവേ. അപ്പൊ ഉമ്മ ഇവളെ അടുത്ത് വന്നിട്ടുണ്ട്, എന്താ മോളെ നിനക്കൊന്നുമില്ല പേടിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കുറെ സമാധാനിപ്പിക്കും. അപ്പൊ ഇവള് പറയും ഇവരെന്നോട് സംസാരിക്കുന്നതാണ്, എനിക്ക് ഇവരുടെ സൗണ്ട് കേൾക്കുന്ന പേടിയാവുന്നുണ്ട്, എന്നെ ഇവർ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ചെവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ രഹസ്യം പറയുന്നെന്ന് പറയും. അപ്പൊ ഉമ്മ ഇവളെ കുറെ സമാധാനിപ്പിച്ച് ഇവളെയും കൂട്ടി റൂമിക്ക് പോകും. അങ്ങനെ ഇവര് മൂന്നാളും അന്ന് ഒരു റൂമിലാണ് കിടക്കുക. അജു ബെഡിന്റെ സൈഡിലായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ഇവർ ഉറങ്ങി രാത്രി കുറച്ച് ടൈം ആകുമ്പോൾ അജുവിന്റെ കാലിന്റെ താഴെ എന്തോ തട്ടിയിട്ട് ഇവൻ എണീക്കുക. ഇവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഇവള് പുറത്തേക്ക് പോണതാ കാണുക. അപ്പൊ ഇവൻ എണീച്ചിട്ട് ചോദിക്കും നീ എങ്ങോട്ടാ പോണെന്ന്. ഇവള് തിരിഞ്ഞു നോക്കിയിട്ട് മിണ്ടരുത് എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവൻ ആകെ പേടിക്കും. ഭയങ്കര സൗണ്ടിലൊക്കെ ഇവള് സംസാരിക്കുന്നുണ്ടാവുക. ഇവന്റെ ചെവി അടഞ്ഞു പോണ അത്രയും സൗണ്ടിലൊക്കെ ഇവള് സംസാരിക്കുന്നുണ്ടാവുക. ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇവളല്ല സംസാരിക്കുന്നുള്ളത്. ഇവനാണെങ്കിൽ പാനിക്കായി പോയിട്ട് ഇവനക്ക് പുറത്തേക്ക് സൗണ്ട് ഒന്നും വരുന്നുണ്ടാവില്ല. ഇവൻ കൈയോണ്ട് മെല്ലെ ഉമ്മാനെ തട്ടി വിളിക്കും. ഉമ്മ എണീച്ച പാടെ ചുറ്റും നോക്കിനാണ്ട് അവളെ എവിടെയും ചോദിക്കും. അപ്പൊ ഇവ ഇങ്ങനെ കൈയോണ്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കേ ഹാൾക്ക്. ഇപ്പോഴൊക്കെ ഇവള് ഹാളിൽ കൂടെ നടക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഇവളെ സൗണ്ട് നിന്ന് ഇവളെ ഒന്നായിട്ട് റൂമൊക്കെ അങ്ങോട്ട് വരുവേ. അജുവിന്റെ നേരെ വന്നിട്ട് നിന്നോടല്ലേ ഞാൻ മിണ്ടരുത് എന്ന് പറഞ്ഞു, നീ എന്നെ പോകാൻ സമ്മതിക്കൂലെന്ന് ചോദിച്ചിട്ട് ഇവന്റെ നേരെ അങ്ങ് വരുവേ. അവന് ഉമ്മ വേഗം ഇവരുടെ നടുവിൽ കയറി നിൽക്കും. ഇവിടെ നേരെ വന്നിട്ട് ഉമ്മാനൊരു ഭാഗത്ത് ഇങ്ങനെ തട്ടി അങ്ങ് ഇടും. ഇവളുടെ ബോഡിക്കപ്പന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഉമ്മ തെറിച്ച് റൂമിന്റെ ഒരു ഭാഗത്തേക്ക് അങ്ങ് വീയും. അജു ബെഡിൽ നിന്ന് ഇറങ്ങി ഉമ്മാന്റെ അടുത്തേക്ക് ചെന്നതും ഇവള് വേഗം ഇവനെ പിടിച്ചിട്ട് ഫേസിന്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ തല്ലാൻ തുടങ്ങുവേ. ഉമ്മയാണെങ്കിൽ എണീക്കാൻ കഴിയാതെ നിൽക്കാറ്. ഉമ്മ എങ്ങനെയൊക്കെ എണീച്ചിട്ട് ഇവളെ ബാക്കൊക്കെ അങ്ങ് വലിച്ചത് ഇവളൊന്നായിട്ട് ഇവന്റെ മേത്ത് കൂടെ അങ്ങ് ഛർദ്ദിക്കും. ഛർദ്ദിച്ച പാടെ പിന്നെ ഇവള് ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇവള് ബെഡിന്റെ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഇരിക്കും. പിന്നെ അലർന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ വിതുമ്പോലോ, അതായത് ഇങ്ങനെ തേങ്ങി കരയില്ലേ, അങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഉമ്മ വേഗം അജുവിനെയും കൂട്ടിനാണ്ട് ഹാളിക്ക് ഇറങ്ങിനാണ്ട് വേഗം ഈ ഡോറ് പുറത്തുനിന്ന് അങ്ങ് ലോക്ക് ചെയ്യും. എന്നിട്ട് അജുവിനെ കുറെ സമാധാനിപ്പിച്ചും പേടിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അജുവിനെ കുറെ സമാധാനിപ്പിച്ചും. അപ്പൊ ഇതിന്റെ ഡോറിൽ ഇവള് ഭയങ്കര സൗണ്ടിൽ മുട്ടാൻ തുടങ്ങും. എന്നെ തുറന്നു വിട്, എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടിൽ അലറി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. കുറച്ചു നേരം ഇവള് ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ആളാകെ മാറും. പിന്നെ ഫുള്ള് കരച്ചിലാവും, എന്നെ ഇവിടെ ഇട്ട് പോയല്ലോ ഉമ്മ, എനിക്ക് ഇവിടെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കരയാൻ തുടങ്ങുവേ. അങ്ങനെ നേരം വെളുക്കുന്നവരെ പിന്നെ തന്നെ ആയിരിക്കും. കുറെ ഇവള് കരയും, ഇവള് കുറെ അലറും, അങ്ങനെ തന്നെ ആയിരിക്കും നേരം വെളുക്കുന്നവരെ. തലേന്ന് വെക്ക് ഇങ്ങനെ പ്രശ്നം തുടങ്ങിയപ്പോ തന്നെ ഇവള് ഉമ്മ ഒരു ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടാവും. നാളെ അങ്ങോട്ടേക്ക് വരാന്നുള്ള പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. നേരം വെളുത്ത പാടെ ഇവള് ഉമ്മ ഉസ്താദിനെ വിളിച്ചിട്ട് നടന്നതൊക്കെ പറയും. അപ്പൊ ഉസ്താദ് പറയും ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ വരുന്ന വരെ എന്തെന്നെ ഉണ്ടായാലും ഡോറ് തുറക്കരുത് എന്ന് പറയും.